രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. ധ്രുവ് വശവും പോയത് ഹാവ്ലോക്ക് ബീച്ചിലേക്കാണ്. സ്വരാജ് ദ്വീപ് എന്നറിയപ്പെടുന്ന ഹാവ്ലോക്ക് ദ്വീപ് ആൻഡമാനിലെ റിച്ചി ദ്വീപ സമൂഹത്തിന്റെ ഭാഗമാണ്. അതിലെ തിളങ്ങുന്ന വെള്ളമണൽ ബീച്ചുകളും ആകർഷകമായ പവിഴപ്പുറ്റുകളും ലോകമെമ്പാടുമുള്ള പ്രകൃതി സ്നേഹികളുടെ പ്രശംസ പിടിച്ചുപറ്റുന്നു. ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഹാവ്ലോക്ക് ദ്വീപ് അതിമനോഹരമായ ബീച്ചുകൾക്കും സ്ഫടിക ശുദ്ധജലത്തിനും ചടുലതമായ സമുദ്രജീവികൾക്കും പേരുകേട്ട ഒരു ഉഷ്ണമേഖലാ പറുദീസയാണ്. പ്രകൃതിയുടെ മനോഹാരിതയിൽ മുഴുകാനും ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ മുഴുകാനും ആഗ്രഹിക്കുന്ന ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ഇത് ആകർഷിക്കുന്നു. എന്നിരുന്നാലും ഹാവ്ലോക്ക് ദ്വീപിലെത്തുന്നതിന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിർബന്ധമായി സന്ദർശിക്കേണ്ട സ്ഥലമെന്ന നിലയിൽ ഹാവ്ലോക്ക് ദ്വീപിന് കാര്യമായ പ്രാധാന്യമുണ്ട്. വിനോദസഞ്ചാരികൾക്കുള്ള മികച്ച തെരഞ്ഞെടുപ്പിനായുള്ള വൈവിധ്യമാർന്ന ആകർഷണങ്ങളുമായ അനുഭവങ്ങൾ ഇവർ പ്രദാനം ചെയ്യുന്നു. ധ്രുവും ഐഷുവും പോർട്ട് ബ്ലെയറിൽ ഇറങ്ങി ആദ്യമായി കടൽ യാത്ര ചെയ്യുന്നതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഐഷുവിലുണ്ട്. ഇടയ്ക്കൊന്ന് ഛർദിച്ച് ഐഷു അവശതയായി തളർന്ന് ധ്രുവിന്റെ നെഞ്ചിലേക്ക് കിടക്കുകയാണ്. പെട്ടെന്നാണ് ഐഷു വാപൊത്തിയതും അത് പുറത്തേക്ക് വന്നതും. ഐഷു മുഖമുയർത്തി നോക്കി. ധ്രുവിന്റെ നെഞ്ചിലാണ് ഛർദിച്ചത്. സോറി, ഇറ്റ്സ് ഓക്കെ. നീ പോയി മുഖവും വായും കഴുകുക. ഐഷു മുഖം കഴുകി വന്നപ്പോഴേക്കും ധ്രുവ് ഡ്രസ്സെല്ലാം മാറ്റി വന്നിരുന്നു. അവൾ അവനിൽ നിന്ന് കുറച്ചകലം മാറിയിരുന്നു. ഇനി ഛർദിച്ച വീണ്ടും ധ്രുവിനും ബുദ്ധിമുട്ടുണ്ടായെന്ന് തോന്നിയത് ഐഷു കുറച്ച് നീങ്ങിയിരുന്നു. അതറിഞ്ഞ പോലെ അവൻ അവൾ ഇടുപ്പിൽ പിടിച്ച് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പിന്നെ അവളും ബലം പിടിക്കാതെ അവന്റെ നെഞ്ചിൽ ചാരി മയങ്ങി. ഇഷ. ധ്രുവ് തട്ടി വിളിക്കുമ്പോഴാണ് ഇഷ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. കാറ്റമരം എവിടെയോ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ധ്രുവ് അവളെയും കൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി. കൂടെയുള്ളവർ ബാഗും എല്ലാം എടുത്ത് റിസോർട്ടിലേക്ക് നടന്നു. കൂടെ അവനും അവളെയും കൊണ്ട്. ഐഷ ചുറ്റും നോക്കി. ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. എന്റെ മുരുക, ഇങ്ങനെ നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ? നിന്നെ കൊല്ലാനാണെങ്കിൽ ഇത്രയും ദൂരം കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? വീട്ടിൽ വെച്ച് ചെയ്താ പോരെ? അവളുടെ മനസ്സിൽ ചിന്തിച്ചതുപോലെ അവൻ പറഞ്ഞു. അത് പിന്നെ ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലല്ലോ. അതാണ്. അപ്പൊ പിന്നെ ഞാനാരാടി? ചെകുത്താനോ? ചെകുത്താനല്ല, രാക്ഷസൻ. അവൻ കേൾക്കാതെ അവൾ പിറുപിറുത്തു. അത് കണ്ട് അവൻ അവളെ നോക്കി പേടിപ്പിച്ചു. വേഗം അവളുടെ കൈയും പിടിച്ച് നടന്നു. ഒന്ന് പതുക്കെ പിടിക്കും മനുഷ്യ, എന്റെ കൈ പറഞ്ഞു പോകും. അതിനവൻ അവളെ നോക്കി ദഹിപ്പിച്ചു. വീണ്ടും മുറുക്കെ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. എന്റെ മുരുക, എന്റെ കൈ. ധ്രുവ് ഐഷു നേരെ പോയത് റിസോർട്ടിലേക്കാണ്. വന്നപ്പോ പോലെയല്ല, കുറച്ച് ഫാമിലീസ് വധുവരന്മാരും ഉണ്ട്. ഐഷുന് ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ധ്രുവ് നേരത്തെ തന്നെ ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്തതിനാൽ അധികം വൈകാതെ തന്നെ റൂം കിട്ടി. അതൊരു തരത്തിൽ ഐഷുവിന് ആശ്വാസമായി. ഒന്നാമത് ഛർദിച്ച അവശതയായാണ് നിൽക്കുന്നത്. അതിനിടയ്ക്ക് മുറിക്ക് വേണ്ടി കാത്തു നിൽക്കുക എന്ന് പറഞ്ഞ പ്രയാസകരമായ ഒന്നായിരുന്നു. ബെഡ് കണ്ടാൽ ഒന്ന് കിടന്നാ മതിയെന്നായി ഐഷുവിന്. അവിടുത്തെ സ്റ്റാഫ് തന്നെ മുറിയും പിന്നെ ലഗേജും എല്ലാം കൊണ്ടുവന്ന് കാണിക്കുകയും വെക്കുകയും ചെയ്തു. ഐഷു മുറി തുറന്നത് ആദ്യം ബെഡാണ് നോക്കി. വേഗം തന്നെ അതിലേക്ക് ഒറ്റക്കിടപ്പായിരുന്നു. ധ്രുവ് പിന്നെ അവളെ ശല്യം ചെയ്യാൻ പോയില്ല. കാരണം അവൾ അത്രത്തോളം ടയേർഡായിരുന്നു. വൈകുന്നേരത്തോടു കൂടിയാണ് ഐഷു എഴുന്നേറ്റത്. ഇത്തിരി നേരം കിടന്നപ്പോ തന്നെ അവളുടെ ക്ഷീണമൊക്കെ പോയി. ഇഷ, പോയി ഫ്രഷ് ആയി വാ, ആ ക്ഷീണം മാറും. അവൾ വേഗം ബാഗിൽ നിന്നൊരു ചുരിദാർ എടുത്തുകൊണ്ട് കുളിക്കാൻ കയറി. ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞത് ഐഷുവിന് ഒരു ഉന്മേഷം കിട്ടിയതുപോലെ തോന്നി. അല്ല, ധ്രുവേട്ടൻ ഫ്രഷ് ആവുന്നില്ലേ? കുളി കഴിഞ്ഞ് തല തോർത്തുന്നിടെ അവൾ ചോദിച്ചു. ഞാൻ നേരത്തെ ഫ്രഷ് ആയതാ. എന്നാ ഞാനേ ഒന്ന് അച്ഛനെ വിളിക്കട്ടെ. ദശരനെ കണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ മൊബൈൽ റേഞ്ച് ഉണ്ടാവില്ല, സോ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആണോ? ഷു, അവൾ എത്തിയോ എന്തോ. നീ എന്തിനാ അതോർത്ത് ടെൻഷൻ അടിക്കുന്നേ? പിന്നെ എന്റെ അച്ഛൻ ഒറ്റക്കാ പോയിരിക്കുന്നേ. എന്റെ ഏട്ടനല്ലേ കൊണ്ടുപോയിരിക്കുന്നേ. അപ്പൊ അവൻ നോക്കിക്കോളൂ. നീ ഇവിടുത്തെ കാര്യം നോക്ക്. ഇവിടുത്തെ എന്ത് നോക്കാൻ? എന്നെ നോക്കാൻ? ഓ പിന്നെ നോക്കാൻ പറ്റിയൊരു ചളുക്ക്. അവൾ കേൾക്കാതെ അവൾ പിറുപിറുത്തു. റെഡിയായെങ്കിൽ പോകാം. ഐഷു ഒന്ന് മൂളിക്കൊണ്ട് അവന്റെ കയ്യും പിടിച്ചിടന്നു. പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഒരു പേടി. അവർ ആദ്യം പോയത് രാധാനഗർ ബീച്ച് സൺസെറ്റ് കാണാനായിരുന്നു. വൈകുന്നേരം 5:30 കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സൂര്യൻ തന്റെ ചക്രവാളം ബന്ധിച്ച് താഴേക്ക് വരുന്നത്. ഇരുവരും കടൽ തീരത്തേക്ക് നടന്നു. കുറച്ചുപേര് മാത്രമേ ഉള്ളൂ. 2 ഫാമിലീസ്, പിന്നെ 2 ജോഡി വധുവരന്മാർ. എല്ലാരും ഫോറിനേഴ്സാണ്. ഇന്ത്യക്കാരായി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അവരെ നോക്കി ഐഷു ചിരിച്ചു. അവരും സ്നേഹത്തോടെ തിരിച്ചു പുഞ്ചിരി നൽകി. എല്ലാവരും ആ സൺസെറ്റ് കാണാനായി നിൽക്കുകയാണ്. പതിയെ സൂര്യൻ കടലിലേക്ക് മുങ്ങിക്കൊണ്ടിരുന്നു. ചുറ്റും
ഓറഞ്ചും ചുവപ്പും മഞ്ഞയും കലർന്ന നിറങ്ങൾ. അതിമനോഹരം. ഐഷു ധ്രുവിന്റെ കയ്യും പിടിച്ച് തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അങ്ങനെ നോക്കി നിന്നു. കടൽ കാണുമ്പോൾ അതിലേക്ക് മുങ്ങി തിരമാലകൾക്കനുസരിച്ച് ഓടിക്കളിക്കാൻ അവൾക്ക് അതിയായ ആഗ്രഹം തോന്നി. പക്ഷെ ഇന്ന് തന്റെ ആരോഗ്യം അതിന് സമ്മതിക്കുന്നില്ല. സൺസെറ്റൊക്കെ കണ്ട് റെസ്റ്റോറന്റിൽ കയറി ഫുഡും കഴിച്ച് നേരെ മുറിയിലേക്ക് വന്നു. അപ്പോഴാണ് ആയുഷ ശരിക്കും മുറി കാണുന്നത്. ഫുൾ വൈറ്റ് ആണ്. അതിന്റെ ഇടതുഭാഗത്ത് സ്വിമ്മിംഗ് പൂളും ഉണ്ട്. കടലിലേക്ക് നോക്കി കിടക്കുന്ന തരത്തിലാണ് ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആയുഷു അധികം ഫുഡൊന്നും കഴിച്ചില്ല. ഛർദി മാറി വന്നതേ ഉള്ളൂ. ബെഡിൽ കയറി കിടന്നതും കണ്ണുകൾ അടഞ്ഞുപോയി. ധ്രുവ് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു. രാത്രിയായതും ഐഷുവിന്റെ ശരീരം കിടുകിടാ വിറക്കാൻ തുടങ്ങി. അവളുടെ ഉയർന്ന താപനില അവനിലേക്കും പകർന്നു. ചുണ്ടുകൾ വിറച്ചുകൊണ്ട് നിൽക്കുന്ന തന്റെ പെണ്ണിനെ കണ്ടത് ധ്രുവ് കണ്ണുകളടച്ച് ഒന്ന് നിശ്വസിച്ചു. വേഗം തന്നെ തന്റെ അവളുടെ ശരീരത്തിലെയും വസ്ത്രങ്ങൾ മാറ്റി തന്റെ ശരീരത്തിലേക്ക് കയറ്റിക്കിടത്തി. അവളുടെ നഗ്നമായ ശരീരവും പഞ്ഞുപോലുള്ള മാറുകളും തന്റെ ദൃഢമായ നെഞ്ചിലമർന്നതും ധ്രുവ് കണ്ണുകളടച്ച് നിയന്ത്രിച്ച് ബെഡ്ഷീറ്റിന് ഇരുവരും കഴുത്ത് വരെ മൂടി AC അഡ്ജസ്റ്റ് ചെയ്തു വെച്ചു. അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു കിടന്നു. പതിയെ അവളിലെ വിറയൽ കുറഞ്ഞു വന്നത് ധ്രുവ് ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു. ഒന്ന് കുറുകിക്കൊണ്ട് അവന്റെ ചൂടിൽ അവൾ നിദ്രയെ പുൽകി. ചില്ലുവഴി സൂര്യകിരണങ്ങൾ മുഖത്തേക്കടിച്ചതും ആയുഷ് കണ്ണുകൾ ചിമ്മിത്തുറന്നു. മുഖത്തേക്ക് എന്ത് നിശ്വാസം അടിച്ചതും ആയുഷ് തല ഉയർത്തി നോക്കി. കണ്ണുകളടച്ച് കിടക്കുകയാണ് ധ്രുവ്. ഓ, ഉറങ്ങുമ്പോ എന്ത് ചെയ്യലാകാണ്. കള്ള കൃഷ്ണനെ പോലെ ഉണ്ട്. അവന്റെ മുഖത്തിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ധ്രുവ് ഒന്ന് ചിണങ്ങിയതും ആയുഷ് വേഗം തന്നെ കൈമാറ്റി പതിയെ എഴുന്നേക്കാൻ നോക്കി. പക്ഷെ സാധിക്കുന്നില്ല. എഴുന്നേൽക്കുന്ന അതേ സ്പീഡിൽ തിരിച്ചു വന്നു. ഇടുപ്പിൽ അവൻ അവളെ ഒന്നുകൂടി വലിഞ്ഞു മുറുക്കി പിടിച്ചു. ഇതെന്താ? തല ഉയർത്തി തന്റെ നെഞ്ചിലേക്ക് നോക്കിയത് ഐഷുവിന്റെ കിളികളെല്ലാം കൂടും കുടുക്കയും വിട്ടു പറന്നു. എന്റെ മുരുക! ഐഷുവിന്റെ അലർച്ച കേട്ട് ധ്രുവ് പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. എന്താ ഈശ? ഡോ, ഞാൻ അറിയാതെ താനൊരു ചരിത്രം കവർന്നോടോ? എന്താ? അവൻ അവളെ നോക്കാൻ പോയത്. അവൾ വേഗം ബെഡ്ഷീറ്റ് കൊണ്ട് മൊത്തം മൂടി അവനിൽ നിന്നും മാറാൻ നോക്കി. അപ്പോഴേക്കും അവൻ അവളെ കൂടുതൽ ശക്തിയോടെ അവളിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. അവന്റെ നഗ്നത അറിഞ്ഞതും ഐഷു ഒന്ന് വിറച്ചു. അതറിഞ്ഞപ്പോൾ അവൻ കുസൃതിയോടെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് അമർത്തി. ഐഷു വേദനയോടെ ഒന്ന് മൂളി. ദേ ധ്രുവേട്ട, വേണ്ട, അങ്ങനെ പറയല്ലേ ഈശ. ഞാൻ കവർന്നതോ? അങ്ങനെ എന്ത് പറഞ്ഞല്ലോ? നമുക്ക് ഒരു റൗണ്ട് കൂടി പോകാം. എന്താ? ഒരു പിരികം പൊക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ബെഡ്ഷീറ്റും പുതച്ചുകൊണ്ട് ഇറങ്ങിയ അതേ സ്പീഡിൽ അവന്റെ നെഞ്ചിലേക്ക് ലാൻഡായി. എന്തായാലും ഞാൻ നല്ല രീതി കൺട്രോൾ ചെയ്താ ഇത്രയും നേരം നിന്നത്. ഇനി എന്തായാലും അത് വേണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് ഒറ്റ മറിയ. ഐഷു ആണെങ്കിൽ കണ്ണും വീഴ്ച നോക്കി നിൽക്കുക. അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ മാറിൽ നിന്നും ബെഡ്ഷീറ്റ് മാറ്റിയതും ഐഷു അവന്റെ കയ്യിൽ കയറി പിടിച്ചു. ഐഷുവിന്റെ കൈ അവളെയും നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളുടെ രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ മുഖം താഴേക്ക് ചലിപ്പിച്ചു. ധ്രുവേട്ട, വേണ്ട. എന്ത് വേണ്ട? അത് അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ തന്റെ പല്ലിന് ബെഡ്ഷീറ്റ് മാറ്റി മാറിലെ വലിയ മറുകിൽ മുഖമമർത്തി. ഉണ്ണിയേട്ടാ! അവന്റെ കണ്ണുകൾ തിളങ്ങിക്കൊണ്ട് തന്റെ നാവിനെ വട്ടം വരച്ചു. അവൾ ഉയർന്നു പൊങ്ങി കുതറി. ഇരു കൈകളും മേലോട്ട് തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവനൊന്നുകൂടി മാറിലെ മറുകിൽ അമർത്തി ചുംബിച്ചു. നാവിനാൽ തഴുകിയും കൊണ്ടിരുന്നു. ഐഷു തന്റെ കൈ ബലമായി അവന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ നോക്കിയെങ്കിലും ഐഷു പരാജയപ്പെട്ടു. ഉണ്ണിയേട്ടാ! വീണ്ടും മാറിൽ നിന്ന് വലതു മാറിലേക്ക് നാവിന്റെ സഞ്ചാരം മാറിയത് ഐഷുവിന്റെ വിറയിൽ കൂടി. ഉമിനീരിറക്കിക്കൊണ്ട് കണ്ണുകളടച്ച് ശ്വാസം വലിക്കുന്നതിനനുസരിച്ച് അവളുടെ മാറുകൾ ഉയർന്നു താഴ്ന്നു. വലതുമാറിനെ തന്റെ നാവിന്റെ തുമ്പ് കൊണ്ടൊന്ന് തൊട്ടതും ഐഷു കണ്ണുകൾ തുറന്നു അവനെ നോക്കി. ഉണ്ണിയേട്ടാ, പ്ലീസ്! വീണ്ടും അവളുടെ മഞ്ചാടിക്കുരുവിനെ ചുറ്റും തന്റെ നാവ് കൊണ്ട് തൊട്ടില്ല എന്ന രീതിയിൽ അവൻ നാവ് കൊണ്ടുഴഞ്ഞു. പെട്ടെന്നാണ് അവനത് വായിലേക്കാക്കി മുഴുവനായി ഉറിഞ്ചി കുടിച്ചു. പല്ലിനാൽ കടിച്ചു, നാവിനാൽ തഴുകിയും അതിനെ താലോലിച്ചു. ഉണ്ണിയേട്ടാ! തന്റെ പേര് പറഞ്ഞു പുലമ്പുന്നവളെ നോക്കി ഒന്നുകൂടി
അവിടെ അമർത്തി നുണഞ്ഞു പല്ലിഞ്ഞാൽ കടിച്ചും കൊണ്ടിരുന്നു. പതിയെ അവളെ ബന്ധിച്ച കൈകൾ അഴിഞ്ഞതും ഐഷു വേഗം അവന്റെ മുടിയിൽ പിടിച്ചു വലിച്ച് കൂടെ അവന്റെ മുഖം കൂടുതൽ തന്റെ മാറിലേക്ക് അമർത്തിപ്പിടിച്ചു. അവന്റെ വലത് കൈ ഇടതുമാറിൽ അമർന്നു. ഐഷു ഒന്ന് പിടഞ്ഞു. ആ! മാറിലെ നിപ്പിളിനെ തള്ളവിരലും ചൂണ്ടുവിരലും കൂട്ടിപ്പിടിച്ച് അതിനെ ഞെരടിക്കൊണ്ടിരുന്നു. ആ! പതിയെ വലതുമാറിൽ നിന്നും തന്റെ നാവിനെ മോചിപ്പിച്ചുകൊണ്ട് താഴേക്ക് ചലിച്ചു. പൊക്കിൽ ചുഴിയിലെത്തിയത് വലതുമാറിൽ അവന്റെ ഇടത് കൈ സ്ഥാനം പിടിച്ചു. മാറിലെ നിപ്പിളിനെ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് അവൻ ഞെരിച്ചു. ഇരുമാറിലും അവൻ അങ്ങനെ തന്നെ തുടർന്നു. അവളിൽ നിന്ന് ശിൽക്കാരം പുറത്തേക്ക് വന്നു. അവൻ തന്റെ നാവിനെ പൊക്കിൽ ചുഴിയിൽ ആഴമളന്നതും ഐഷു ഉയർന്നു പൊങ്ങി. ഉണ്ണിയേട്ട! പല്ലിന് ആ പൊക്കിൽ ചുഴിയെ കടിച്ചെടുത്തു നുറഞ്ഞു. ഐഷു അലറിപ്പോയി. കണ്ണിൽ നിന്നും പൊന്നീച്ച് പറന്നു പോയതുപോലെ അവൾക്ക് തോന്നി. കണ്ണുകൾ നിറഞ്ഞു. പതിയെ അവിടം നാവിനാൽ ഉഴഞ്ഞതും ആ വേദനയിൽ അവൾക്കൊരാശ്വാസം തോന്നി. സുഖമുള്ളൊരു നോവ്. അവിടെ നിന്നും അവന്റെ ചുണ്ടുകൾ താഴേക്ക് ചലിച്ചതും ഐഷു വെട്ടിവിറച്ചു. അവളുടെ കാലുകൾ തമ്മിലകത്തി അവളുടെ പെന്മയിലേക്ക് ചേക്കേറി. ഉണ്ണിയേട്ട! ചുണ്ടും നാവും പല്ലും കൊണ്ട് അവൻ അവളിൽ മായാലോകം തന്നെ തീർത്തു. പതിയെ അവിടെ നിന്നും മുഖമുയർത്തി അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറി. അതോടൊപ്പം പതിയെ അവളുടെ കാലുകൾ അകത്തി അവളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് അവന്റെ അരക്കെട്ട് ചലിപ്പിച്ചു. ഉണ്ണിയേട്ട! അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിച്ചു. ഒന്നുമില്ല ഷാ. അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ ചുംബിച്ചുകൊണ്ടവൻ അവളിൽ നിറഞ്ഞാടി. ഓരോ പ്രാവശ്യവും കുതിച്ചുയരും തോറും അവളിലെ പെണ്ണിനെ കൂടുതൽ ആവേശത്തിൽ അറിയാൻ അവൻ ആഗ്രഹം തോന്നി. ആദ്യം വേദന തോന്നിയെങ്കിലും പിന്നീട് അവളും ഒരു സുഖമുള്ള നോവ് പറഞ്ഞു അവനെ കൂടുതൽ തന്നിലേക്ക് അടക്കി പിടിച്ചവൾ. പിന്നീട് അവളിൽ നിന്നും ശിൽക്കാരം പുറത്തേക്ക് വന്നു. ഒന്നല്ല പല ആവർത്തി അവൻ അവളിൽ ആഴ്ന്നിറങ്ങി. പെട്ടെന്ന് വെട്ടിവിറച്ചുകൊണ്ട് അവൻ അവളുടെ മാറിൽ തളർന്നു കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ഐഷു ഒന്ന് ചിറന്നു. അതറിഞ്ഞപ്പോൾ അവൻ അവളിൽ നിന്നും മാറി തന്റെ നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തിക്കൊണ്ട് കണ്ണുകൾ അടച്ചു. സോറി, അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിൽ ചുംബിച്ചു. ഉണ്ണിയേട്ടാ! എന്നെ ഞാനൊരു കഥ സൊല്ലട്ടുമാ? അവള് പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവൻ പറഞ്ഞു. തുടരും.